ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ട്രാവൽ വ്ളോഗുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഗായ്സ്, ഇതാണ് നമ്മൾ പോകുന്ന വഴിയുള്ള കുതിരാൻ എന്ന് പറയുന്നത്. നമ്മൾ തൃശ്ശൂരിലാണ് ഇതാ കുതിരാൻ. വളരെ രസമാണ് ഇത് കാണാൻ. ഇത് പണിയാൻ തന്നെ കുറേ നാളെടുത്തു. ഇതാണ് കുതിരാൻ ടണൽ. ഇത് പോകുമ്പോൾ നല്ല എക്കോ അല്ലേ ഗായ്സ്? നമ്മുടെ വണ്ടികളൊക്കെ ഹോൺ അടിക്കുമ്പോൾ നല്ല രസമാണ്. ഇതാണ് നമ്മുടെ ഡ്രൈവർ മാമൻ. ഇത് കണ്ടില്ലേ, ഞങ്ങളുടെ ചേച്ചി ഗസ്റ്റായിട്ട് വന്നത് ഗസ്റ്റ് ഒക്കെ ഗൈസ്. ഇത് കണ്ടില്ലേ, പോകുന്ന സീനറി ഒക്കെ നിങ്ങൾ നോക്കുക ഗൈസ്, വളരെ രസമാണ്. ഇത് ഞങ്ങളുടെ അനീതി കിടന്നുറങ്ങുകയാണ്. ഇത് ഞങ്ങളുടെ ആൻറ്റി അമ്മച്ചീനെ നോക്കൂ ഗൈസ്. വളരെ ഞങ്ങൾ ജോളിയായിട്ടാണ് പോയത്. അപ്പോൾ ഗൈസ്, ഈ കാഴ്ചകൾ നിങ്ങൾ നോക്കൂ. ഞങ്ങൾ പോകുന്ന ഹൈവേയിലുള്ള കൗണ്ടങ്ങളൊക്കെയാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 10 മണിയായപ്പോൾ ഇറങ്ങി. അപ്പോൾ പിന്നെ ഒരു 1 മണി 2 മണിയൊക്കെ ഞങ്ങൾക്ക് വിശങ്ങാൻ തുടങ്ങി. ഞങ്ങൾ വീട്ടിൽ നിന്ന് ബിരിയാണിയും ചിക്കനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഞങ്ങളൊരു തണലുള്ള സ്ഥലം നോക്കിയതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല ആസ്വദിച്ചാണ് കഴിച്ചത്. നല്ല ടേസ്റ്റ്. ഞങ്ങളുടെ അമ്മച്ചിയുടെ സ്പെഷ്യൽ തയ്യാറാക്കിയ ബിരിയാണിയാണ്. വളരെ രസമുണ്ട്. ഞങ്ങളെല്ലാവരും 2 പ്ലേറ്റ് വെച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ അമ്മച്ചി നല്ല ഷെഫ്. പിന്നെ നമ്മൾ പോവാനിരുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തി. ഇതാണ് തൃശ്ശൂർ മ്യൂസിയം ആൻഡ് സീ. ഇത് കണ്ടില്ലേ, സ്റ്റേറ്റ് മ്യൂസിയം ആൻഡ് സൂ. പക്ഷേ ഗൈസ്, എടുക്കാൻ പോയി. പക്ഷെ നമ്മൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ കൗണ്ടറിൽ ഓൺലി ക്യാഷ് എന്നാണ് കാണിച്ചത്. അപ്പോൾ ഇവർ പറഞ്ഞ് അവിടെ ഉള്ള ഒരു ഗൂഗിൾ അവിടെ ഉണ്ട്, അത് പോയി എടുത്തോളാൻ പറഞ്ഞു. എന്നിട്ട് എൻ്റെ ആൻറ്റി അവിടെ പോയി എടുത്താൽ. അപ്പോൾ നമ്മളിത് ടിക്കറ്റൊക്കെ സെക്യൂരിറ്റിയുടെ കൊടുത്ത് നേരെ കയറിയിട്ടുണ്ട്. ഒരു ടിക്കറ്റിന് 20 റുപ്പീസാണ് ചാർജ്. ഇത് കണ്ടില്ലേ, ഇതാണ് റിയ ബേർഡ്. ഇത് കണ്ടില്ലേ, എൻ്റെ അമ്മയുടെ പേരാണ് റിയാദ് ഉള്ളത്. വളരെ കോമഡി, എല്ലാവരും കണ്ടപ്പോൾ ചിരിച്ചായിരുന്നു. ഇതാണ് ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ എടുത്തതാണ്. ഞങ്ങളുടെ അമ്മയാണ്, ക്യാമറമാനായ അച്ചുവാണ് എടുത്തത്, മാമി. അത് കണ്ടില്ലേ ഗൈസ്, പാർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ കുട്ടികൾക്ക് മാത്രമേ കയറ്റുള്ളൂ, ഞങ്ങളെ കയറ്റിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ ബോറടിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങള് മാനൊക്കെ കാണാൻ പോയി. കണ്ടില്ലേ, എത്ര കണക്കിന് മാനാന്ന് അവിടെ. ഇത് കഴിഞ്ഞാണ്. പക്ഷെ ഇതിന് വയസ്സായിട്ട് വയ്യാത്ത പോലെയാണ് ഇതിരിക്കുന്നത്. അവിടെ പല സാധനങ്ങളും എംപ്റ്റി ആയിരുന്നു. കാരണം വേറൊരു സ്ഥലത്തേക്ക് അതിനെല്ലാം മാറ്റുന്നത് കൊണ്ട് കൂടുതൽ ഇതാക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടില്ലേ ഗൈസ്, അത് നമ്മളെ കണ്ടിട്ട് സാധാരണ. പിന്നെ ഇതാണ് ഗൈസ്, ഇതും പുലിയാണ്. അതവിടെ വെള്ളത്തിൽ കിടന്ന് കുളിക്കുമായിരുന്നു. ഇതും പുലിയാണ്. പക്ഷെ ഇതിനത്ര വയ്യായി ഇല്ല, കിടന്നുണ്ടായിരുന്നു. ഇത് സിംഹം. ഇത് അവിടെ കിടന്ന് നല്ല സ്വരത്തിൽ അല്ലാണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഗർജനമായിരുന്നു, ഭയങ്കര വലുതായിരുന്നു ഗൈസ്. ഇത് കണ്ടില്ലേ, ഇത് എല്ലാവരും അലർച്ചിട്ട് എല്ലാവരും വിചാരിച്ച് ഇതന്നെ സിംഹം കടിക്കാൻ വരുവാന്ന് വിചാരിച്ച് പേടിച്ചു പോയി. എന്നിട്ട് കണ്ടില്ലേ, ഞങ്ങൾ ഇവിടെ കുറച്ച് വിശ്രമിച്ച് ഞങ്ങൾ കണ്ടില്ലേ, ഇതിന് ചുറ്റും ഞങ്ങളെല്ലാവരും ആകാംക്ഷയോടെ, സാമാന്യ ബുദ്ധിയുള്ള ഒരു മൃഗമാണ്. അതിന്റെ പേരൊക്കെ പിന്നെ അവിടെ ഉള്ള ഒരു വളരെ ഭംഗിയായിരുന്നു അത് കാണാൻ. നല്ല രസമുണ്ടായിരുന്നു ഗൈസ്, അത്രയ്ക്ക് ഇതായിരുന്നു. ഇത് കണ്ടില്ലേ ഗൈസ്, ആ കുരങ്ങൻ്റെ ഒരു സൂക്ഷ്മ ബുദ്ധി നിങ്ങളൊന്ന് നോക്കിക്കേ ഗൈസ്. അത് കണ്ടോ, അതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന കുരങ്ങൻ എൻ്റെ കൂട്ടുകാരനാണെന്നാണ് തോന്നണേ. അത് കഴിഞ്ഞതാ ഞങ്ങളിവിടെ ഒരു ഫാമിലി ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞതാ പിന്നെ ഞങ്ങൾ എൻ്റെ ഒരു ഫോട്ടോ പാമ്പിൻ്റെ ആദ്യം ഞങ്ങൾ മണ്ണൂരി എന്ന് പറഞ്ഞൊരു പാമ്പിനെയാണ് കണ്ടത്. എന്നിട്ട് ഞങ്ങൾ നേരെ പുറത്തിറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ജ്യൂസ് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നെല്ലിക്ക ഉപ്പിലിട്ട മാങ്ങയൊക്കെ കഴിച്ചു. അത് വളരെ രസമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത പ്ലാൻ എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഇതൊക്കെ കഴിച്ചു ട്രൈ ചെയ്ത് നോക്കി. അത് പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതാണ് ഗൈസ്. ഇത് പക്ഷെ ഞങ്ങളെല്ലാവരും വെള്ളമായിട്ട് കുടിച്ചത് ജീരക സോഡയാണ്. ഇതാ കണ്ടില്ല, എല്ലാവരും വാങ്ങിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഉപ്പിലിട്ട മാങ്ങ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനത്തെ ഒന്നും അത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഒരു കടല വാങ്ങിച്ചു തന്നു. എൻ്റെ അനിയത്തി മാങ്ങ എന്ന് കണ്ടില്ലേ ഗൈസ്, അവൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട. ഈ മാങ്ങയ്ക്ക് ഒരെണ്ണത്തിന് 10 റുപ്പീസാണ്.
ഇത് ഇതാ പിന്നെ കടല എനിക്ക് മാങ്ങ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ എനിക്ക് കടല വാങ്ങിച്ചു തന്നു. എന്നിട്ട് ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്തു. ഈ കടലയ്ക്ക് ഒരു പാക്കറ്റിന് 20 രൂപയാണ്. എന്നിട്ട് ഇതാ ഗൈസ് ഞങ്ങൾ അടുത്തൊരു പ്ലാൻ ചെയ്തത് നേരെ തൃശ്ശൂർ എക്സിബിഷന് പോകാനാണ്. തൃശ്ശൂർ പൂരം എക്സിബിഷൻ. ഞങ്ങൾ എന്നിട്ട് നേരെ അവിടുന്ന് പുറപ്പെട്ടു. ഇതാ ഗൈസ് നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്. ഭയങ്കര വെയിലായിരുന്നു. പാർക്കിംഗ് ഒക്കെ ചെയ്യാൻ സ്ഥലമില്ലായിരുന്നു. തൃശ്ശൂർ എക്സിബിഷൻ 2025 നമ്മളവിടെ എത്തി. പിന്നെ അവിടെ മൊത്തം കടകളായിരുന്നു, പക്ഷെ ഭയങ്കര വിലയും. ഇത് കണ്ടില്ലേ ഗൈസ്, ഞങ്ങൾ അതിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അവർ സാമ്പിൾ വരുന്ന മുട്ടായിയൊക്കെ ഞങ്ങൾ നിറച്ച് ഇത് കണ്ടില്ല. പിന്നെ ഞങ്ങൾ ആ സോഫ പോയപ്പോൾ എൻ്റെ അനിയൻ്റെ അനിയത്തിൻ്റെ കൺട്രോൾ പോയി. ഞങ്ങൾ അതിനകത്ത് പോയി ചാടി കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതേണ്ട് തുണിക്കട അവിടെ ഭയങ്കര വിലയാണ്. ലാഭം എന്ന് പറയാൻ പറ്റില്ല, 250 രൂപ. അതൊക്കെ ലാഭം എന്ന് പറയാൻ പറ്റില്ല. വടക്കഞ്ചേരിയിലൊക്കെ ഇതിനേക്കാളും വിലക്കുറവിൽ കിട്ടും. പിന്നെ ഞങ്ങൾ അങ്ങനെ നടന്ന് ഇത് കണ്ടില്ല ഗൈസ്, ഇത് ഞാനും അനിയത്തിയും കൂടെ കണ്ട് അതിന്റെ തല പിടിച്ച് ആട്ടിയതാണ്. ഇത് അതിമനോഹരമായ കാഴ്ചയാണ്. ഇത് മറൈൻ വേൾഡിലേക്കുള്ള എൻട്രൻസ് ആണ്. പക്ഷെ ഒരാൾക്ക് 100 രൂപയാണ്. അത് ഇച്ചിരി നഷ്ടം. ഞങ്ങൾ ഇതിനു മുമ്പ് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ ഈ പാർക്കിൽ കയറ്റുമെന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴോ ഇവിടെ ചെറിയ കുട്ടികൾക്ക് മാത്രം, ഇതില് ചെറിയ കുട്ടികൾക്ക്. എൻ്റെ അനിയനാണ് ഇതാ കണ്ടോട്ടാ, ആ കയറുന്നവരിൽ കൂടെ തന്നെ ഇഴന്നു വരുന്നത് കണ്ടോ. വളരെ കോമഡിയാണ്. അത് കഴിഞ്ഞ് അവൻ അതിൽ നിന്ന് വരാനേ കൂട്ടാക്കിയില്ല. പിന്നെ ഞങ്ങൾ പിടിച്ച് വലിച്ച് അവനെ കൊണ്ടുവന്നു. പിന്നെ എൻ്റെ അനിയത്തിക്കും കയറാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ കയറാത്തത് കൊണ്ട് അവളും കയറിയിട്ടില്ല. പിന്നെയും ഞങ്ങളുടെ നടത്തം ആരംഭിച്ചു. ഞങ്ങൾ ഇങ്ങനെ 3D സിനിമയും തപ്പി നടക്കുമായിരുന്നു ഗൈസ്. പിന്നെ ഞങ്ങൾ അതിൽ കൂടെ പൂക്കളൊക്കെ നോക്കി അതിൽ നിന്ന് ഒരെണ്ണം അങ്ങാണ്ട് വാങ്ങിച്ചു. അതുകൊണ്ട് പിന്നെയും ഞങ്ങൾ നടക്കാൻ തുടങ്ങി. അപ്പോൾ ഗൈസ് ഞാൻ ദേഷ്യം വന്നിട്ട് ഞാൻ പിന്നെ എൻ്റെ ചേച്ചീനെ അടിക്കാനൊക്കെ പോയി സീൻ കണ്ടു. പിന്നെ ഞങ്ങൾ കോളിഫ്ലവർ ഫ്രൈ വാങ്ങിച്ചു. ഇതിന് ഒരെണ്ണത്തിന് 80 രൂപയാണ് ഗൈസ്. അത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതൊന്നും പറയാനില്ല. ആ സോസിന് പക്ഷെ എരിവായിരുന്നു. ഞങ്ങളാണ് പെട്ടിരിക്കുമായിരുന്നു, വെള്ളം പോലും ഇല്ലായിരുന്നു ഗൈസ്. പിന്നെ ഞങ്ങളെ നടത്താൻ ഞങ്ങൾ അവിടെ 3D സിനിമ തപ്പി നടക്കുകയായിരുന്നു. മൂൺ വാക്ക് എന്ന് പറഞ്ഞ ആ സ്ഥലത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ തപ്പി നടക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് അവിടെ എത്തി. അവിടെ ഒരു മ്യൂസിയം നമുക്ക് കുറേ പഠിക്കാനുണ്ട് ഗൈസ്. ബയോളജി സ്റ്റുഡൻസിനൊക്കെ നല്ലൊരു സ്ഥലമാണിത്. നമ്മുടെ അമ്മമാർ ഗർഭിണിയാകുമ്പോൾ അതിൽ 7 മാസം 6 മാസം 2 മാസം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ ഓർഡറാണ് ഈ കാണിക്കുക. ഇത് പൂർണ്ണ പ്രായമായ ഒരു കൊച്ച്, ഇത് കണ്ടില്ലേ, മരിച്ചു പോയതാണ്. ഇത് കണ്ടില്ലേ, അതിൻ്റെ അവയവങ്ങളൊക്കെ കീറി പുറത്തിട്ടിട്ടുണ്ട് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി. ഇത് കണ്ടോ ഗൈസ്, സയാമീസ് ഇരട്ടകളാണത്. ഇത് കണ്ടോ സയാമീസ് ഇരട്ടകളുടെ ഇത് നോക്കൂ. പിന്നെ ഗൈസ് പിന്നെ അത് കാണാൻ നല്ല ഗൈസ്. പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ മനുഷ്യൻ്റെ അവയവങ്ങളൊക്കെ ഇവിടെ പഠിപ്പിച്ച് ഓരോ രോഗങ്ങൾപ്പെട്ട അവയവങ്ങളായിരുന്നു അത്. ഇത് പഠിക്കാനൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ആ മ്യൂസിയം ഇത് കണ്ടില്ലേ, അവിടെ പാമ്പും തേളും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നടന്നു 3D മൂവി തപ്പി നടന്നതാണ്. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഡാൻസ് ഒക്കെ അവിടുത്തെ ചെറിയ ഡാൻസ് ഒക്കെ കണ്ടു. അത് നല്ല ഡാൻസ് ആയിരുന്നു. തൃശ്ശൂർ പൂരം എക്സിബിഷൻ്റെ ചെറിയൊരു സാമ്പിളായിരുന്നു അത്. ഈ മെയ് 6-ാം തീയതിയാണ് പൂരം. ഇത് കണ്ടില്ലേ ഗൈസ്, ആ ഡാൻസൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നു. പൊളി ഡാൻസ് ആയിരുന്നു ഗൈസ്. അത് കഴിഞ്ഞതാ ഞങ്ങൾ തപ്പി നേരെ ISRO വെൽക്കം ISRO അവിടെ അതിൻ്റെ ഇതൊക്കെ കാണാൻ പോയി. അത് നമുക്ക് കുറേ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അത് വളരെ അനുയോജ്യമായ ഒരു പ്രവർത്തനമായിരുന്നു. പിന്നെ അവിടുത്തെ സാറ്റലൈറ്റ് ഒക്കെ നമ്മൾ കണ്ടു. പിന്നെ ഗ്രഹങ്ങൾ, ഇതിൽ നമ്മൾ ഓരോ ഗ്രഹങ്ങളിൽ നമ്മൾ എത്ര വെയിറ്റ് ഉണ്ടാവും അതൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. നമ്മൾ അതിനകത്ത് കയറി നിൽക്കുമ്പോൾ നമ്മുടെ വെയിറ്റ് എത്രയെന്ന് അതിനകത്ത് കാണും. പിന്നെ നമ്മൾ ഐസ്ക്രീം കഴിച്ചു. പക്ഷെ അവിടെ ഭയങ്കര വിലയായിരുന്നു, 50 രൂപ. പിന്നെ ഞങ്ങൾ ഗൈസ് അവിടെ നിന്ന് ഇറങ്ങാൻ നേരം 30ൻ്റെ ഐസ്ക്രീമുകൾ വാങ്ങിച്ചു. ഞങ്ങളെല്ലാവരും തിന്നു. നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു. ഇത് കഴിഞ്ഞ് ആനയുടെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജീവിയാണ് ഈ ആന എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാനാണ് എടുത്തു. പൊളിയല്ലേ. അത് കഴിഞ്ഞതാ ഗൈസ് നമ്മൾ നേരെ 3D മൂവി കാണാൻ കയറി. ഒരാൾക്ക് 100 റുപ്പീസാണ് ചാർജ്. ഗൈസ് വളരെ രസം എന്ന് വെച്ചാൽ നല്ല നമ്മൾ അടിയിലോട്ട് അങ്ങോട്ട് പോകും. നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ അനങ്ങണ പോലെ നമുക്ക് തോന്നും. നമ്മൾ ഇരിക്കല്ല, നമ്മളിവിടെ പക്ഷേ ഇത് അവരോട് ഞാൻ കണ്ണാടി ഇല്ലെന്ന് ചോദിച്ചപ്പോൾ പുതിയ അപ്ഡേഷൻ ആണെന്ന് പറഞ്ഞ് വേറൊരു നമ്മൾ ഇതുവരെ കാണാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് വളരെ നമ്മുടെ ജീവിതത്തിൽ കാണാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ
ചിലപ്പോഴൊക്കെ വലിയവരൊക്കെ അവിടെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്കത് കൺട്രോൾ ചെയ്യാം. കണ്ടില്ല ഗൈസ്, ഇങ്ങനെയൊക്കെ നമ്മൾ പോകുന്ന പോലെയാണ് തോന്നുന്നത്. വളരെ രസമായിരുന്നു. ഇത് കണ്ടോട്ടോ ഗൈസ്, ഇതുപോലെയൊക്കെ ഉണ്ട്. ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പേടിച്ചെങ്കിലും നല്ല രസമൊക്കെ ആയിരുന്നു. സൂപ്പറായിരുന്നു ഗൈസ്. ഇത് കണ്ടില്ലേ? പക്ഷേ അത് 7 മിനിറ്റേ ഉള്ളായിരുന്നു ഗൈസ്. പക്ഷേ നമുക്ക് പെട്ടെന്ന് ആ 7 മിനിറ്റ് കടന്നു പോയി. സാധാരണ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ 7 മിനിറ്റ് കളക്കുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഇവിടെ ഇന്നപ്പോൾ ഒട്ടും തോന്നിയില്ല പക്ഷേ ഇപ്പം ഇവിടെ ഈ ഒരു ഡൈനോസർ പോലത്തെ ഒരു പക്ഷി വന്നില്ലേ, അത് കണ്ടപ്പോൾ എൻ്റെ അനിയനും അനിയത്തിയൊക്കെ ഇതും പേടിച്ചു. വെള്ളത്തിൻ്റെ അകത്തോട്ട് ഇങ്ങനെ അടിത്തട്ടിലേക്ക് പോകുന്നത് അതൊക്കെ നന്നായിട്ട് പേടിച്ചു എൻ്റെ അനിയത്തിയൊക്കെ. ഇത് കണ്ടില്ലേ? അത് കഴിഞ്ഞ് നമ്മൾ നമുക്ക് തോന്നും ഇതുപോലത്തെ ഒരു മെഷീനിൽ കയറി കടലിൻ്റെ അടുത്തട്ടിൽ കൂടി ഇങ്ങനെ പോകുന്ന പോലെ തോന്നും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞങ്ങൾ നടത്താൻ ആരംഭിച്ചു. പിന്നെ ഞങ്ങൾ നടന്നാണ് പിന്നെ അത് കയറണമെങ്കിൽ ഇതിൽ കൂടെ കയറി. പിന്നെ ഞങ്ങൾ ടാറ്റ പറഞ്ഞ് പോയി. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫോണിനും ചാർജ് ഇല്ലാത്ത കാരണം അതൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ തട്ടുകടയിൽ കയറി ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു.